ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഭാവതി മനസ്സിൽ പറയും, ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിശാലിനെ ഉദകക്രിയ ചെയ്യും. അവനോളം ചത്തു തൊളിഞ്ഞ പിന്നെ ആരെയാണ് ഈ പ്രഭാവതി പേടിക്കേണ്ടത്? ഇനി എൻ്റെ ദിവസങ്ങളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ സ്വന്തമാക്കി അനുഭവിക്കുന്ന ദിവസങ്ങൾ. അപ്പോഴാണ് പ്രതാപൻ പ്രഭാവതിയുടെയും പാർവതിയുടെയും വിശാലിന്റെയും ചോര ഒലിച്ചു കൊടുക്കുന്ന ഫോട്ടോകൾ പ്രഭാവതിക്ക് അയച്ചു കൊടുക്കുന്നത്. അത് കാണുമ്പോൾ പ്രഭാവതിക്ക് വലിയ സന്തോഷമാവാണ് കേട്ടോ. അപ്പോഴേക്കും പ്രതാപൻ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, ചേച്ചി ഫോട്ടോസ് കണ്ടില്ലേ? രണ്ടുപേരും തീർന്നു ചേച്ചി. അപ്പോൾ പ്രഭാവതി പറയും, നീ എൻ്റെ അനുജൻ തന്നെയാണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. വെൽ ഡൺ പ്രതാപ. അപ്പോൾ പ്രതാപൻ പറയും, ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? ആദ്യം ഗായത്രി ദേവിയെ തീർത്തു, ഇപ്പോൾ ഇതാ അവരുടെ മകനെയും മരുമകളെയും തീർത്തിരിക്കുന്നു. ഇപ്പോൾ ചേച്ചിയുടെ റൂട്ട് ക്ലിയർ ആയില്ലേ? തടസ്സങ്ങളെല്ലാം തീർന്നില്ലേ? എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം രണ്ട് ബൈക്ക് യാത്രക്കാർ പാർവതിയെയും വിശാലിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ പാർവതിക്ക് ബോധം വരികയാണ്. അപ്പോൾ പാർവതി ആ ആക്സിഡന്റിനെ കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് നേഴ്സിനോടും ഡോക്ടറോടും എനിക്ക് വിശാൽ സാറിനെ കാണണം എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ഡോക്ടർ പറയും, പേടിക്കണ്ട മാഡം, സാർ അപ്പുറത്ത് തന്നെയുണ്ട്, സാറിന് കുഴപ്പമൊന്നുമില്ല. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ മാഡത്തിന് സാറിനെ കാണാം. ഐസിന് മുമ്പിൽ തന്നെ ഗോപിനാഥനും ഗാർഗിയും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരു നേഴ്സ് പാർവതിയെ പിടിച്ച് ഐസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പാർവതി പറയും, അച്ഛാ എനിക്കൊരു കുഴപ്പമില്ല, വിശാൽ സാർ എവിടെ? അപ്പോൾ ഗാർഗി പറയും, ഐസിയിലാണ് പാർവതി, ട്രീറ്റ്മെന്റ് നടക്കുകയാണ്, നീ പേടിക്കൊന്നും വേണ്ട, ബ്രോക്കൊന്നും സംഭവിക്കില്ല, നീ സമാധാനമായിട്ടിരിക്കേ. അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയും, എനിക്ക് വിശാൽ സാറിനൊന്ന് കാണണം അച്ഛാ. അപ്പോൾ ഗോപിനാഥ് പറയും, ഇപ്പം ആരെയും അങ്ങോട്ട് കയറ്റി വിടില്ല, ഇപ്പോൾ തൽക്കാലം മോൾ അവിടെ ചെന്നിരിക്കേ. അപ്പോൾ ഗാർഗി പാർവതിയെ പിടിച്ച് അവിടെയുള്ള ചെയറിൽ കൊണ്ടിരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കും, യഥാർത്ഥത്തിൽ എന്താണ് പാർവതി സംഭവിച്ചത്? ഇത് കേൾക്കുമ്പോൾ ഗോപിനാഥ് പറയും, ഇപ്പം അങ്ങനെയൊന്നും ചോദിച്ചേ ഇവളുടെ വിഷമം കൂട്ടണ്ട ഗാർഗി. അപ്പോൾ പാർവതി പറയും, സാറിനൊന്നും സംഭവിക്കില്ല ഗാർഗി, സാർ എത്രയും പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരും. ഉദയനൂരമ്മ സാറിനെ കാത്തു രക്ഷിക്കും. എൻ്റെ ഉദയനൂരമ്മേ, വിശാൽ സാറിനെ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴാണ് വിശാലെ, എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രഭാവതി അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഗോപിനാഥനോട് ചോദിക്കും, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത് ഗോപിയേട്ടാ? അപ്പോഴാണ് ഐസിയിൽ നിന്നൊരു ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പ്രഭാവതി പോയിട്ട് ഡോക്ടറോട് ചോദിക്കും, എൻ്റെ മോൻ ഇപ്പം എങ്ങനെയുണ്ട് ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറയും, ഞങ്ങൾ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇത് കേട്ടതും പ്രഭാവതി കരഞ്ഞു നിലവിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം വെക്കരുത്, ഇതേ ഒരു ഹോസ്പിറ്റലല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം വെച്ചാൽ അത് മറ്റു പേഷ്യൻസിന് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് പാർവതി അവിടെ ഇരുന്ന് കരയുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ പ്രഭാവതി വിചാരിക്കും, ഇവിടെ ചത്തില്ലേ? പിന്നെ കാണിക്കുന്നത് എല്ലാവരും കരഞ്ഞുകൊണ്ട് ഐസിയുവിന് മുമ്പിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോഴാണ് ഐസിയുവിൽ നിന്ന് ഡോക്ടർ വന്നിട്ട് പറയും, അടുത്ത 3 മണിക്കൂറിനുള്ളിൽ വിശാലിന് ബോധം വന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞും പിന്നെ ബോധം വന്നില്ലെങ്കിൽ വിശാൽ കോമ സ്റ്റേജിലേക്ക് പോകും. ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോൾ പാർവതി ഡോക്ടറോട് ചോദിക്കും, 3 മണിക്കൂറിനുള്ളിൽ വിശാൽ സാറിന് ബോധം തെളിയില്ല ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറയും, സോറി, ഇപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പും തരാൻ പറ്റില്ല. അപ്പോൾ പാർവതി പറയും, എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണം ഡോക്ടർ, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രഭാവതി മാറി നിന്ന് പ്രതാപന് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല സംഭവിച്ചിരിക്കുന്നത്. എന്താ ചേച്ചി കാര്യം? അവർ ചത്തില്ലേ? ഇല്ല പ്രതാപ, പാർവതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പേരിന് അവിടെ ഇവിടെയായിട്ട് 1-2 മുറിവുകൾ മാത്രമേ ഉള്ളൂ. അവൾ പൂർണ്ണമായും രക്ഷപ്പെട്ടു. വിശാൽ ഐസിയുലാണ്, അവനും രക്ഷപ്പെടും. പക്ഷേ അവൻ രക്ഷപ്പെട്ടുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല, മിക്കവാറും അവൻ കോമയിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ പ്രതാപം പറയും, കോമയിലായാലും നമുക്കത് ഗുണമല്ലേ ചേച്ചി? അത് ശരിയാണ്, പക്ഷേ രണ്ടും ചാകണമായിരുന്നു. ഏതായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നീ നന്നായി ശ്രദ്ധിക്കണം, മിക്കവാറും പോലീസ് അന്വേഷണം ഉണ്ടാവും. അങ്ങനെ അന്വേഷണം വന്നാൽ നീ രക്ഷപ്പെടാനുള്ള വഴി നീ തന്നെ കണ്ടെത്തണം. അത് ഞാൻ ചെയ്തോളാം ചേച്ചി, ആർക്കും ഒരു സംശയം വരാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ പ്രഭാവതി പറയും, പിടിച്ചാൽ സകലതും തീർന്നു. 3 മണിക്കൂർ കഴിയുമ്പോൾ വിശാലിന്റെ അവസ്ഥ എന്താണെന്ന് ഡോക്ടർ പറയും. ഏതായാലും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രതാപം പറയും, ചേച്ചി കൂളായിട്ടിരിക്കെ, എല്ലാം നമുക്ക് അനുകൂലമായിരിക്കും. അതേസമയം പാർവതിയും ഗാർഗിയും കൂടെ അവിടെയുള്ളൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതി കരഞ്ഞുകൊണ്ട് പറയും, ഈശ്വര, വിശാൽ സാറിന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? ഞാൻ ഉപാസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉദയനൂരമ്മ ഞങ്ങളെ രക്ഷിക്കുമെന്നത് സത്യമാണെങ്കിൽ എൻ്റെ വിശാൽ സാറിന് ഒരു ആപത്ത് സംഭവിക്കരുത്. 3 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം കണ്ണു തുറക്കണം, അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരണം.
പൂർണ്ണ ആരോഗ്യവനായി തന്നെ വിശാൽ സാറിന് എനിക്ക് വേണം. വിശാൽ സാറിന് ബോധം തിരിച്ചു കിട്ടി എന്ന വാർത്ത കേൾക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഉദയനൂരമ്മ അദ്ദേഹത്തെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി അഥവാ വിധി മറിച്ചാണെങ്കിൽ ഞാനും ഇവിടെ വെച്ച് തന്നെ എൻ്റെ ജീവൻ വെടിയും. ഉദയനൂരമ്മയാണ് സത്യം. ആ സമയം ഗായത്രി അമ്മ വിശാലിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് വിശാലിനെ തൊട്ട് തലോടെയാണ്. എന്നിട്ട് പറയും, നിനക്കൊന്നും പറ്റിയിട്ടില്ല മോനെ, നിനക്കൊന്നും സംഭവിക്കാൻ ഈ അമ്മ സമ്മതിക്കില്ല. നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. നിന്നെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മോൻ കണ്ണു തുറക്കുന്നതുവരെ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഉണ്ടാകും. അതേസമയം പാർവതി കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം തന്നെ പ്രഭാവതിയും പ്രതാപനും കൂടെ പുറത്തു വെച്ച് നേരിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രഭാവതിയും ചോദിക്കും, അവൾ നമ്മളെ കാണുമോ? അപ്പോൾ പ്രതാപം പറയും, ചേച്ചി എന്തിനെങ്ങനെ പേടിക്കുന്നത്? ചേച്ചിയുടെ പേടി കാണുമ്പോഴേ എനിക്കും പേടിയാവുകയാണ്. ചേച്ചി കുറച്ചെങ്കിലും ധൈര്യം വേണം. ഇങ്ങനെ പേടിച്ചാൽ നമ്മുടെ എല്ലാ പരിപാടികളും കൈവിട്ടു പോകും. എനിക്ക് പേടിയൊന്നുമില്ല പ്രതാപ. അപ്പോൾ പ്രതാപം പറയും, അത് ഈ മുഖം കണ്ടാൽ തന്നെ അറിയാം. ചേച്ചി ഇതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചാൽ കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗായത്രി ദേവിയുടെ കേസും ഇതിൻ്റെ വാലിൽ പിടിച്ച് കുത്തിപ്പൊക്കിയാൽ ഒരു ജീവപര്യന്തം തീർന്നു. അല്ലാതെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ പ്രഭാതി പറയും, ഒന്നും മിണ്ടാതിരിക്കടാ. വല്ല ഗുളിയേനെങ്ങാനും ഇരിക്കുന്ന സമയത്താണ് നീ പറഞ്ഞതെങ്കിൽ അത് അതുപോലെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നനിയനൊന്നും മിണ്ടാതിരിക്കേ. എന്നിട്ട് പാർവതി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കേൾക്കുമ്പോൾ പ്രതാപം പറയും, തീരെ ആംബിയർ പോരാ. ഇത് കേട്ട് അതിശയിച്ച് നിൽക്കുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.